Hey guys, what's up? This is Hanu James. Welcome back to my channel Travel Time Stories. കഴിഞ്ഞ 4-5 വർഷമായിട്ട് നമ്മൾക്കറിയത്തില്ലാത്തൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വലിയൊരു സെർച്ച് എഞ്ചിനാണ് യൂട്യൂബ് എന്ന് പറയുന്നത്. അപ്പം യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നമുക്ക് കിട്ടുന്ന റിസൾട്ട് വെച്ചിട്ടാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യാറുള്ളത്. പ്രത്യേകിച്ച് കാർഷികപരമായിട്ടോ അതല്ലെങ്കിൽ ടെക് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സ്പെഷ്യൽ നമ്മൾ ഇതിനകത്ത് നോക്കി കണ്ടുപിടിച്ച് ചെയ്യാറുള്ളത്. അപ്പം അങ്ങനെ എനിക്ക് കിട്ടിയ ഒരു ചെറിയ പണിയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. മൂന്നര വർഷം മുമ്പ് എനിക്ക് എൻ്റെ ജോലി നഷ്ടപ്പെട്ടപ്പോഴാണ് ഒരു പുതിയൊരു ഐഡിയ മനസ്സിലേക്ക് വന്നത്. ഏതായാലും വീട്ടിൽ പണിയൊന്നും ഇല്ലായിരിക്കുമല്ലേ, അപ്പം എന്തുകൊണ്ട് ഒരു ഫിഷ് ഫാം സ്റ്റാർട്ട് ചെയ്തുകൂടാണ്. അതുകൊണ്ടാണ് കുറേ റിസർച്ചുകളൊക്കെ യൂട്യൂബിൽ കയറി നോക്കി, കുറേ ഫ്രണ്ട്സിനോടൊക്കെ സജഷൻസ് ചോദിച്ചു. യൂട്യൂബിൽ കയറി നോക്കിയപ്പോൾ കണ്ട് കൂടുതലും പടുതാക്കുളത്തിൽ മീൻ വളർത്തുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെയാണ് ഞാൻ പടുതാക്കുളത്തിൽ മീൻ വളർത്താൻ വേണ്ടി തീരുമാനിച്ചത്. ലക്ഷക്കണക്കിന് രൂപ 6 മാസം കൊണ്ടുണ്ടാക്കാൻ പറ്റും എന്നുള്ള ആയിരക്കണക്കിന് വീഡിയോസ്, അതും മലയാളത്തിൽ യൂട്യൂബിൽ ഇപ്പോഴും നമുക്ക് അവൈലബിൾ ആണ്, അന്നും അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ആ വീഡിയോസാണ് എന്നെ കൂടുതൽ ഇതിലേക്ക് അട്രാക്റ്റ് ചെയ്തത്. പക്ഷേ പുറകെ വന്നത് 8ൻ്റെ പണി. ആ കാണുന്ന സ്ഥലം കണ്ടോ, ആ സ്ഥലമാണ് ഞാൻ ഫിഷ് ഫാമിന് വേണ്ടിയിട്ട് JCB കൊണ്ടുവന്ന് മണ്ണ് മാറ്റി റെഡിയാക്കിയെടുത്ത സ്ഥലം. ഏകദേശം ഒരു 2.5 ലക്ഷം മുതൽ 3 ലക്ഷം രൂപ വരെ എനിക്ക് അതിൽ ചിലവ് വന്നു. മണ്ണ് മാറ്റി പിന്നെ കോട്ടയത്തെ ഹോൾസെയിൽ ഡീലറുടെ അടുത്ത് പോയി വലിയ ഒരു പടുത 25,000 രൂപയോളം മുടക്കമുള്ള ഒരു പടുത വാങ്ങി. കൂടാതെ ആസാമിൽ നിന്ന് മീൻ കുഞ്ഞുങ്ങളെ ഫ്ലൈറ്റിന് വരുത്തി എയർപോർട്ടിൽ പോയി കളക്ട് ചെയ്ത് ആദ്യത്തെ സീഡ് ഇറക്കി. ഒരു കുഞ്ഞു പോലും അതിനകത്ത് രക്ഷപ്പെട്ടില്ല, എല്ലാം ചത്തുപോയി. 3 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും കുഞ്ഞുങ്ങളെ വാങ്ങിക്കൊണ്ടുവന്ന് വീണ്ടും ഫിഷ് സീഡ് ഇറക്കി, അതും ഒന്നും പിടിച്ചില്ല. അങ്ങനെ ഗൈസ് ഒരു 10,000 കുഞ്ഞുങ്ങളെ ഈ കുളത്തിൽ തന്നെ നമ്മൾ പല പ്രാവശ്യമായിട്ട് ഇറക്കി. അവസാനം എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, എടാ ഇതൊന്നും ഇതിനകത്ത് വളരുന്നില്ലെങ്കിൽ നീ ആ മാട്ടുപ്പെട്ടി ഡാമിൽ പോയിട്ട് കുറച്ച് നാടൻ തിലോപ്പിയനെയോ ഗോൾഡ് ഫിഷിനെ എന്തെങ്കിലും പിടിച്ചിട്ട് നോക്കാൻ. അങ്ങനെ മാട്ടുപ്പെട്ടി ഡാമിൽ പോയി കുറച്ച് ലോക്കൽ ഫിഷിനെ കൊണ്ടുപോയിട്ടപ്പോഴാണ് ഇതിനകത്ത് കിടന്ന് വളരാൻ. രണ്ട് വർഷത്തോളം അവകളെല്ലാം വളർത്തിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു മെച്ചം ഉണ്ടായില്ല. 10,000-20,000 രൂപയ്ക്ക് മേളിൽ തീറ്റ വാങ്ങി കൊടുത്തതെന്നല്ലാതെ മീനോട്ട് വളർച്ചയില്ല, കാര്യങ്ങളൊന്നുമില്ല. ഇതിനിടയ്ക്ക് വെർമി കമ്പോസ്റ്റ് തുടങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു 20,000 രൂപയുടെ കട്ടയ സാധനങ്ങളൊക്കെ മേടിച്ച് 2 ടാങ്ക് പണിതു. അപ്പം ഒരു ദിവസം ഈ കുളത്തിലെ മീനുകൾ വളരില്ല എന്ന് ഉറപ്പ് വന്നപ്പം ഞാൻ ഇതിലെ കുഞ്ഞുങ്ങളെയെല്ലാം കൂടി പിടിച്ചിട്ട് ആ ടാങ്കിൽ കോൺക്രീറ്റ് ടാങ്കിൽ കൊണ്ടുപോയിട്ടു. ടാങ്കിൽ കൊണ്ടുപോയിട്ട് ഒരു 3-4 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും കൊണ്ടുപോയിട്ട മീൻ ഇരട്ടി സൈസായി കഴിച്ച്. അങ്ങനെ 3-4 മാസം കൂടുമ്പോൾ നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരുപാട് മീനുകളെ. അതായത് ഏകദേശം 500 മീനുകളോളം നമ്മൾ ഈ ടാങ്കിൽ വളർത്തുന്നുമുണ്ട്.
അപ്പം ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിൽ നോക്കിയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കില്ല, മറ്റുള്ളവർക്ക് അത് ചെയ്തു കിട്ടി പ്രോഫിറ്റ് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം മറ്റൊന്നുമല്ല, എല്ലാവർക്കും അവരവരുടെ വീഡിയോസ് യൂട്യൂബിൽ ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. നമ്മൾ കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചില്ലേ എന്നെപ്പോലെ നിങ്ങൾക്കും കയ്യിൽ പൈസ പോകും. 3 വർഷം മീനിനെ വളർത്തിയതിനേക്കാൾ ലാഭകരം 10 ഏലച്ചെടി ഇവിടെ നടന്നതാണെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് ഇവിടുത്തെ മീൻ വളർത്തൽ വേണ്ടെന്ന് വെച്ചത്. അതുകൊണ്ടാണ് ഈ കുഴി ഇപ്പോൾ മൂടിയിട്ട് ഇവിടെ ഏലം നടാൻ തീരുമാനിച്ചത്. നമ്മുടെ കുളത്തിൽ മീൻ വളരാതിരുന്നത് ചിലപ്പോൾ ഹൈ റേഞ്ചിലായതുകൊണ്ടായിരിക്കും. പടുതാക്കുളത്തിൽ മീൻ വളരാതിരുന്നത് കാലാവസ്ഥയുടെ വിഷയമുള്ളതുകൊണ്ടും തണുപ്പൊക്കെ ഒരു വിഷയമായതുകൊണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ പറയാൻ പറ്റില്ല, ചിലപ്പം മീൻ പടുതാക്കുളത്തിലും വളർന്നിരിക്കും, സ്പെഷ്യലി കോസ്റ്റൽ ഏരിയാസിൽ ചൂട് കൂടുതലുള്ളിടത്ത്. അതുകൊണ്ട് ഞാനതിനെ കംപ്ലീറ്റ് ആയിട്ട് ബ്ലെയിം ചെയ്യുന്നില്ല. പക്ഷേ എപ്പോഴും ഹൈലി റെക്കമെൻഡ് ചെയ്ത് ഒരു കോൺക്രീറ്റ് കട്ടയിട്ട് കെട്ടി തേച്ചെടുത്ത ഒരു കുളത്തിലാണെങ്കിൽ ഒരുപാട് മീൻ വളരാൻ സാധ്യതകളുണ്ട്. അത് വളരെ ചീപ്പായിട്ട് ലോ മെയിൻ്റനൻസിൽ നമുക്ക് ചെയ്യാനും പറ്റും. ടാങ്ക് പണിയാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഏറ്റവും നല്ലത് ഹോളോ ബ്രിക്സിൻ്റെ കട്ട മേടിച്ച് ചുറ്റും കെട്ടിയിട്ട് സിമെൻ്റ് ഇട്ട് തേച്ച് അതിൻ്റെ ഉള്ളിൽ ഗ്രൗട്ട് അടിച്ചു കൊടുത്താൽ മതി. ഗ്രൗട്ട് അടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് മീനെ വളർത്താം. ടാങ്ക് കിട്ടുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, അതിൻ്റെ അടിയിലൊരു പൈപ്പ് ഇട്ടിട്ട് ഓപ്പൺ ചെയ്ത് വിടാനുള്ള ഹോളൂടെ വേണം. എന്നിട്ട് പറ്റുമെങ്കിൽ വെള്ള ഫെസിലിറ്റി ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും ഒരു 5 മിനിറ്റ് രാവിലെ വെള്ളം അടിച്ചിട്ടാൽ മതി ടാങ്കിലേക്ക്. ആ ടാങ്കിലേക്ക് 5 മിനിറ്റ് വെള്ളം അടിച്ചിട്ടാൽ വേണ്ടത്ര ഓക്സിജൻ കിട്ടും. പിന്നെ നമ്മൾ ലോക്കൽ ഫിഷ് ലൈക്ക് നട്ടറോ തിലോപ്പിയൊക്കെയോ വളർത്തണമെങ്കിൽ വെള്ളം എല്ലാ ദിവസവും ചേഞ്ച് ചെയ്യൊന്നും വേണ്ട. ആഴ്ചയിൽ 1-2 ദിവസം കൂടുമ്പോൾ കുറച്ച് എക്സ്ട്രാ വെള്ളം അടിച്ചിട്ടാൽ മാത്രം മതി. ഫിഷ് ടാങ്കിന് വേണ്ടിയിട്ട് നമുക്ക് ഏകദേശം 1 മീറ്റർ ഹൈറ്റ് മതി. 1 മീറ്ററിൽ ഏകദേശം 3 അടിയോളം വെള്ളം നിറച്ചാൽ മതിയാവും. 3 വർഷം കൊണ്ട് പഴുതാക്കുളത്തിൽ നിന്ന് കിട്ടിയതിനേക്കാൾ കൂടുതൽ മീൻ നമുക്ക് 3 വർഷം കൊണ്ട് ഈ കോൺക്രീറ്റ് ടാങ്കിൽ നിന്ന് കിട്ടി. അതുകൊണ്ട് എപ്പോഴും പ്രോഫിറ്റബിളായിട്ട് തോന്നുന്നത് ഫിഷ് ടാങ്കാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ ഫിഷിംഗ് ഫാമിനെ പറ്റി ഒരുപാട് ഇൻഫർമേഷൻ ഒന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് കുറച്ച് ഐഡിയാസ് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. സോ ദിസ് ഇസ് ആനു ജെയിംസ് സൈനിങ് ഓഫ് ഫ്രം ട്രാവൽ ടൈം സ്റ്റോറീസ്. ബൈ ഫോർ നൗ.